صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരും ഏറെ ബഹുമാന്യരുമായ ഖുർആൻ സ്നേഹികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ 23-ാം ജുസ്ഇൽ 4 അധ്യായങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ആ 4 സൂറത്തും പരിശുദ്ധ മക്കയിൽ അവതീർണമായതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തെ സൂറത്ത് യാസീൻ 36-ാം അധ്യായം. ആ അധ്യായം ഈ ജുസ്ഇൽ തുടങ്ങുന്നത് 28 മുതൽ 83 വചനങ്ങളാണ് ആ സൂറത്ത് യാസീനിൽ ഉള്ളത്. അതുപോലെ 37-ാം അധ്യായമായ സൂറത്തു സാഫാത്ത് 182 ആയത്തുകൾ, 38-ാം അധ്യായമായ സൂറത്തു സ്വാദ് അതിൽ 88 ആയത്തുകളും, സൂറത്തു സുമറിലെ 39-ാം അധ്യായം അതിലെ 1 മുതൽ 31 കൂടിയ ആയത്തുകളുമാണ് ഈ 23-ാം ജുസ്ഇൽ അടങ്ങിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ ഒന്ന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം, മറ്റൊന്ന് ആഖിറത്ത് പരലോകം, പിന്നെ റിസാലത്ത് പ്രവാചകത്വം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 വിഷയങ്ങളും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അമുസ്ലിമായ അല്ലെങ്കിൽ മറ്റൊരാൾ ഇസ്ലാമിനെ പറ്റി നമ്മോട് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന അധ്യാപനങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ആ അടിസ്ഥാന കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് പ്രധാനമായും ഈ ജുസ്ഇൽ അടങ്ങിയിരിക്കുന്നത്. സത്യസന്ദേശവുമായി കടന്നു വന്ന പ്രവാചകന്മാരും പ്രവാചകരെയും ആ പാത പിൻപറ്റിയ പ്രബോധകരെയും പരിഷ്കർത്താക്കളെയും തള്ളിപ്പറയുകയും പീഡിപ്പിക്കുകയും കൊന്നുകളയുക പോലും ചെയ്ത മുൻകാല സമൂഹത്തിനുണ്ടായ ദാരുണ അന്ത്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ജുസ് ആരംഭിക്കുന്നത് തന്നെ. അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഅ് വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്മാരുടെയും പ്രബോധകരുടെയും സത്യവിശ്വാസികളുടെയും ശത്രുക്കളായിരുന്ന
വളരെ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരുന്ന ആളുകളെ നശിപ്പിച്ച ചരിത്രം ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നു. പ്രബോധകർക്ക് ഗുരുതരമായ കനൽപദങ്ങൾ താണ്ടേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത്തരം സന്ദർഭങ്ങളിൽ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് തങ്ങളുടെ മനസ്സ് പകയിലേക്കും വിദ്വേഷത്തിലേക്കും പോവാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്പമൊക്കെ അധികാരവും ആൾബലവും കൈവന്നാൽ അള്ളാഹു നൽകിയ സ്വാധീനവും അധികാരവും സ്വയം നേടിയതാണെന്ന മിഥ്യാധാരണയാൽ ചില ഭരണാധികാരികൾ ഏകാധിപതികളും അഹങ്കാരികളുമായി മാറാറുണ്ട്. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ജുസ്ഇൽ പ്രധാന പരാമർശങ്ങളായ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തത് ഏകദൈവ വിശ്വാസമാണ്, തൗഹീദാണ്. നമുക്കറിയാം, ലോകത്ത് അതിവിചിത്രമായ ധാരാളം വിശ്വാസങ്ങൾ മതവിശ്വാസ രംഗത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന സർവസമ്മതമായ ഒരു ദൈവത്തെയാണ്, സമ്മതനായ ഒരു ദൈവത്തെയാണ് ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ദൈവം തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ദൈവമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ ദൈവമല്ല, കർണാടകയിലെ ദൈവം കേരളത്തിൽ ദൈവമല്ല. അങ്ങനെ ലോകത്ത് മൊത്തം എടുത്തു നോക്കിയാൽ വ്യത്യസ്ത ദൈവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തി തരുന്ന ദൈവം എല്ലാവർക്കും സമ്മതിക്കാവുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി സൃഷ്ടാവിനെ ആരാധിക്കാനാണ് ഖുർആനിൻ്റെ കൽപ്പന. ഈ തൗഹീദ് വിളംബരം ചെയ്യുന്ന അനേകം ആയത്തുകൾ ഈ ജുസ്ഇൽ അടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും സൂറത്ത് യാസീനിലെ 61, 71, 74, 75 വചനങ്ങളും സൂറത്ത് സാഫാത്തിലെ 4, 5 ആയത്തുകളും അതുപോലെ 35 ആയത്തും 75 മുതൽ 76 വരെയുള്ള ആയത്തും സൂറത്ത് സാഫാത്തിലെ തന്നെ 124 മുതൽ 126 വരെയുള്ള ആയത്തുകളും, അതിലൊക്കെ അല്ലാഹു തആല നമ്മെ തൗഹീദ് പഠിപ്പിക്കുന്നു. അതുപോലെ സൂറത്ത് സാഫാത്തിലെ 5-ാമത്തെയും 65-ാമത്തെയും ആയത്തുകൾ, സൂറത്ത് സുമറിലെ 14-ാമത്തെ ആയത്ത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായും തൗഹീദിന്റെ പ്രാധാന്യം. ഈ പ്രാധാന്യം യുക്തിഭദ്രമായ നിലയിലാണ് അല്ലാഹു തആല ഇവിടെ ഖുർആനിലൂടെ സമർത്ഥിക്കുന്നത്. അതിനായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും മനുഷ്യ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ധാരാളം ശക്തി ഗുണങ്ങൾ, വിശേഷണങ്ങൾ എന്നിവയ്ക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വം ഇവിടെ സ്ഥാപിക്കുന്നു. ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ നിരർത്ഥകതയും നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട പ്രബോധനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്കറിയാം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിൽ ഇവിടെ സൂറത്ത് സ്വാഫാത്തിലെ 75 മുതൽ 147 വചനത്തിലും 147 വരെയുള്ള വചനങ്ങളും, സൂറത്ത് സാദിൽ 12 മുതൽ 14 വരെയും 30 മുതൽ 48 വരെയുള്ള വചനങ്ങളും, ഇതിലൊക്കെ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭൗതിക ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ തൗഹീദിന്റെ മാർഗത്തിൽ അചഞ്ചലമായി നിലയുറപ്പിച്ച ആ പ്രവാചകന്മാരെ ഈ ജുസ്ഇൽ ഏതാനും ചില പ്രവാചകന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലൊന്നാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം.
അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, ഇല്യാസ്, ലൂത്ത് അലൈഹിസ്സലാം, അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം, ദാവൂദ്, സുലൈമാൻ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം. ഈ പ്രവാചകന്മാരുടെ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിലുണ്ട്. ഇവിടെ ചില പ്രവാചകന്മാരുടെ മാത്രം എടുത്തു പറയുന്നു. നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കണം. തൗഹീദിനെതിരെ ബഹുദൈവ വിശ്വാസികളുടെ ആക്ഷേപങ്ങളും ന്യായീകരണങ്ങളും ഈ ജുസ്ഇൽ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഇവിടെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സത്യനിഷേധികളായ മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളൊക്കെ അവർക്ക് കേൾപ്പിക്കപ്പെട്ടപ്പോൾ പലതും അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഈ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ ഖുർആൻ നിരത്തിയ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, ചരിത്ര സത്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ആളുകൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പക്ഷെ പിന്നെ അവർ പിന്തിരിഞ്ഞു പോകാൻ കാരണം അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ആ രൂപത്തിൽ ഞങ്ങൾ ഇവർ ആരാധിക്കുന്നത് മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളൊക്കെ പാപികളാണ്, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഒന്ന് അടുപ്പിക്കാൻ. വേറെയും ചില വചനങ്ങളുണ്ട്. വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് അവർ ന്യായീകരണം നിരത്തുന്നു. യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? യഥാർത്ഥ വിശ്വാസികളായി തീരേണ്ടത് അള്ളാഹുവിന് വേണ്ടിയല്ല, മറിച്ച് അതിൻ്റെ ഗുണം കിട്ടുന്നത് നമുക്കാണ്. അള്ളാഹുവിന് ഇതിലൂടെ, നമ്മൾ വിശ്വസിക്കുന്നതിലോടും അതിലൂടെ അള്ളാഹുവിന് യാതൊരുവിധ നഷ്ടവും ഇല്ല. ആപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹു മറക്കുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നവർ കുഫ്രിലാണ് എന്ന് ഈ ജുസ്ഇൽ അള്ളാഹുവിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാന വിഷയമാണ് ആഖിറത്ത്. രണ്ടാമത്തത് ആഖിറത്ത്. ഈ പ്രപഞ്ചത്തിന് നിശ്ചിതമായ ഒരു ദിനത്തിൽ സ്വാഭാവികമായ അന്ത്യം സംഭവിക്കുമെന്ന് ഇന്ന് ISROയിലെ ശാസ്ത്രജ്ഞന്മാർ പറയും. എന്നാൽ അത് നമ്മയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച റബ്ബ് രക്ഷിതാവ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ആളുകൾക്ക് മടിയാണ്. ഇവിടെ ഖുർആനിൽ ആഖിറത്തിനെ സംബന്ധിച്ച് ധാരാളം ആയത്തുകൾ, പ്രത്യേകിച്ചും ഈ ജുസ്ഇൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ ആയത്തുകൾ പരലോകത്തെ സംബന്ധിച്ചാണ്. സൂറത്ത് യാസീനിലെ 30 മുതൽ 41 വരെയുള്ള ആയത്തുകളും 48 മുതൽ 59 വരെയുള്ള ആയത്തുകളും 63 മുതൽ 67 വരെയുള്ള ആയത്തുകളും 78 മുതൽ 83 വരെയുള്ള ആയത്തുകളും, അതോടൊപ്പം തന്നെ സൂറത്ത് സാഫാത്തിൽ 16 മുതൽ 74 വരെയുള്ള ആയത്തുകൾ, 144 മുതൽ 148 വരെയുള്ള ആയത്തുകളും, സൂറത്ത് സ്വാദിൽ 15, 16 ആയത്തുകളും 26 മുതൽ 28 വരെയുള്ള ആയത്തുകളും 49-ാം ആയത്ത് മുതൽ 70 വരെയുള്ള ആയത്തുകൾ, അതുപോലെ ധാരാളം ആയത്തുകൾ മറ്റു ജുസ്ഇൽ അടങ്ങിയിരിക്കുന്നു. വിശ്വസിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞു, വിശ്വാസികൾ അവിശ്വാസികളായ ആളുകളുടെ ചോദ്യങ്ങൾ, ഇതുണ്ടാവോ? ഒരു ജീവിതം, പിന്നെ ഒരു മരണം, പിന്നെ ഒരു പുനർജന്മം, ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് അവരുടെ ചിന്തകൾ. പക്ഷെ അതിനൊക്കെ ഖുർആൻ തിരുത്തുന്നു. ഈ അവിശ്വാസികളുടെ ചോദ്യം ഖുർആൻ പറയുന്നു, വഖാലു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇതൊക്കെ ചില സിഹിറുകളാണ്, മാജിക്കാണ്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന മാജിക്കായി അവർ അതിനെ തള്ളുന്നു. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ മരിച്ച് മണ്ണുകളായി തീർന്നു, എല്ലുകളായി തീർന്നു, വീണ്ടും ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയോ സംഭവമല്ല എന്ന് അവർ പറയുന്നു. പക്ഷേ ഖുർആൻ തെളിവുകളുടെ വെളിച്ചത്തിൽ അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇതെല്ലാം നിരർത്ഥകമായ സിഹിറാണെന്ന് പറയുകയും മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുമെന്നതിനെ സംശയത്തോടെയാണ് അവർ വീക്ഷിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. മരണാനന്തരം അള്ളാഹു എല്ലാവർക്കും പുനർജന്മം നൽകും എന്ന് വിവിധങ്ങളായ ഈ ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു.
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗവും, അവിശ്വസിക്കുകയും അക്രമികളായി കഴിയുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷയും നരകവും, അതുപോലെ തന്നെ നരകക്കാരുടെ ഭക്ഷണപാനീയങ്ങളും, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരിൽ തന്നെ പരലോക നിഷേധികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ജുസ്ഇൽ അള്ളാഹു തആല പഠിപ്പിക്കുന്നു. പുനർജന്മവും പരലോകവും യാഥാർത്ഥ്യമാണ് എന്നറിയിക്കാൻ അള്ളാഹു തആല വിവിധ ശാസ്ത്രീയ സത്യങ്ങൾ ഇവിടെ നിരത്തുന്നുണ്ട്. കേവല ബുദ്ധിയുള്ള മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന വിധമുള്ള ധാരാളം ഉപമകൾ, ദൃഷ്ടാന്തമായി നിർജീവമായി കിടന്നിരുന്ന ഭൂമിയിൽ ധാന്യങ്ങൾ മുളപ്പിക്കുന്നത്, മറ്റു ധാരാളം ശാസ്ത്രീയ സത്യങ്ങളും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും അള്ളാഹു തആല ഇതിനു വേണ്ടി പരലോകമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്, പുനർജന്മമുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത കുറ്റവാളികളോട് വിചാരണ നാളിൽ അള്ളാഹു തആല മാറി നിൽക്കാൻ വേണ്ടി പറയും. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് വൻതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഇതിലെ വിഷയം റിസാലത്താണ്, അഥവാ പ്രവാചകത്വം. കേവലം മനുഷ്യബുദ്ധി കൊണ്ട് സത്യത്തെ കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമാണ്. ആത്യന്തിക സത്യം അറിയിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാർഗമാണ് ദൈവദൂതന്മാരും അവർക്ക് അവതരിച്ച വേദഗ്രന്ഥങ്ങളും. എൻ്റെ മനസ്സിൽ ഇന്നൊന്ന് ന്യായവും നീതിയുമായി തോന്നുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ ന്യായവും നീതിയുമായി തോന്നുകയില്ല. എനിക്ക് അല്പം സമ്പത്തുണ്ടാക്കണമെങ്കിൽ ഞാൻ മറ്റുള്ളവനെ കൊല്ലുന്നു, എൻ്റെ മനസ്സിലത് നീതിയാണ്. പക്ഷേ മറ്റുള്ളവർക്കോ അത് അനീതിയും അക്രമവുമാണ്. ഇവിടെ ഖുർആൻ ഈ നീതി നടപ്പാക്കാൻ, നീതി പറയാൻ, യഥാർത്ഥ നീതി അവതരിപ്പിക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ അയക്കുന്നു. ഇതിനായി ഈ റിസാലത്തുമായി ബന്ധപ്പെട്ട് സൂറത്തു സാഫാത്തിൽ അല്ലാഹു തആല 35 മുതൽ 37 വരെയുള്ള ആയത്തുകളിലും, അതുപോലെ 72, 73, 75 ആയത്തുകളിലും, 75 മുതൽ 148 വരെയുള്ള ആയത്തുകളും, 180 മുതൽ 182 വരെയുള്ള ആയത്തുകളിലും അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്. അതുപോലെ സൂറത്തു സ്വാദിൽ 4, 5 വചനങ്ങളും 14 മുതൽ 26 വരെയുള്ള ആയത്തുകളും, 29 മുതൽ 48 വരെയുള്ള ആയത്തുകളും, 65 മുതൽ ഉള്ള ആയത്തുകളും അല്ലാഹു തആല ഈ കാര്യം പഠിപ്പിക്കുന്നു, 75 വരെ. അതുപോലെ സൂറത്തു സുമറിൽ 11 മുതൽ 14 വരെയുള്ള ആയത്തുകളിലും അല്ലാഹു തആല ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രബോധനത്തിനായി അല്ലാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ, അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ദിവ്യബോധനം നമുക്ക് നൽകാൻ വേണ്ടിയാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തത്. അത് പ്രവാചകന്മാർ പറയുമ്പോൾ, പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു ഭ്രാന്തനാണ്, സിഹിർബാധിതനാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും കള്ളനെന്ന് ആക്ഷേപിക്കുകയും കളവാക്കുകയും ചെയ്ത് ആത്മവീര്യം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഖുർആൻ എടുത്ത് പറയുന്നു. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറഞ്ഞാൽ അവർ അഹങ്കാരികളായി തീരുന്നു. വയഖൂലൂന അഇദാ ഇന്നാ താരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ ഈ ഇലാഹുകളെയൊക്കെ ഈ ബുദ്ധിഭ്രംശം സംഭവിച്ച കവിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുകയോ എന്ന് മുശ്രിക്കുകൾ ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക ശക്തി കണ്ട് കവിതയാണെന്നും സിഹിറാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറാണെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനെ ഖുർആൻ ഇവിടെ തിരുത്തുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഏറ്റവും പ്രധാനമായി ഈ ലോകത്തോട് പ്രബോധനം ചെയ്തത് ഏകദൈവ വിശ്വാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിലെ ഈ ജുസ്ഇൽ വേറെയും ഒരുപാട് വിഷയങ്ങൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ബലികർമ്മം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അഹങ്കാരിയായി മാറിയത്. അതുപോലെ മുശ്രിക്കുകളുടെ മറ്റൊരു വിശ്വാസമായിരുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന്. ആ വിശ്വാസം പിഴച്ചതാണ് എന്ന് പറഞ്ഞ ഖുർആൻ അത് തിരുത്തുന്നുണ്ട്. അതുപോലെ ഖുർആനിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യണം, അവരാണ് ബുദ്ധിമാന്മാരും സന്മാർഗം പ്രാപിച്ചവരും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. ഇവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് ആയത്തുകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. നമ്മൾ ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ കേൾക്കണം. നമുക്ക് അല്ലാഹു തആല ബുദ്ധി നൽകിയിരിക്കുന്നു. ഈ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും, അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന, എല്ലാം കേൾക്കുകയും
വാക്കുകൾ കേൾക്കുകയും ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യണം. അവരാണ് ബുദ്ധിമാന്മാർ എന്ന് അല്ലാഹു തആല പറയുന്നു. അവരാണ് സന്മാർഗം പ്രാപിച്ചവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ, സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും, അസത്യം അസത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ തിരസ്കരിക്കാനുമുള്ള തൻ്റെ ഇടവും സൗഭാഗ്യവും അല്ലാഹു തആല നമുക്ക് നൽകി നാം ഏവരെയും ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ജുസുകളും അവതരിപ്പിക്കപ്പെടുന്ന ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് 23-ാമത്തെ ജുസ് ആണ്. അതിലെ പരാമർശിക്കപ്പെടുന്ന ലോകാന്ത്യം, മരണാനന്തരം എന്നുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ഒക്കെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്നത് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കിയ വളരെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തെല്ലാവരും മരിക്കും. എല്ലാവരും മരണത്തെ ആസ്വദിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി വിശ്വാസികളും അല്ലാത്തവരുമൊക്കെ സമ്മതിക്കുന്ന സത്യമാണ്. നമ്മളിൽ പല ആളുകളും മരിച്ചു കഴിഞ്ഞു, നമ്മളിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു. നമുക്ക് മുന്നേ ജീവിച്ച ആളുകൾ, നമ്മുടെ കൂടെ തോളോട് ചേർന്ന് നമ്മുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, കുടുംബക്കാർ, പലരും നമ്മളിൽ നിന്നും വേർപെട്ടു പോയി. ഇൻഷാ അല്ലാഹ് ഒരു സമയം വരുമ്പോൾ നമ്മളും പോകും. ഇതാണ് മരണമെന്ന് പറയുന്നത്. എല്ലാവരും അത് ആസ്വദിക്കുക തന്നെ ചെയ്യൂ എന്നുള്ളതാണ്. എന്നാൽ ഒരു സമയം വരുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാം, അന്ന് ജീവനോടെയുള്ള ജീവജാലങ്ങളെല്ലാം അല്ല, അന്ന് ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരേ വേളയിൽ നശിപ്പിക്കപ്പെടുന്ന, തകർത്തെറിയപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. അതിനെയാണ് നമ്മൾ അവസാന ദിനമെന്ന് പറയാം. അതിനെയാണ് പരിശുദ്ധ ഖുർആൻ യൗമുൽ ഖിയാമ, യൗമുസ്സാഅ എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ അന്ത്യദിനം, ആ അന്ത്യദിനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ വചനങ്ങളിലൂടെയായി ധാരാളം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഇങ്ങനൊരു സന്ദർഭം വരാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. ലോകത്തിനൊരു അന്ത്യമുണ്ട് എന്ന് ഇന്നെല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. നേരത്തെ പലരും, അതായത് 1400 വർഷങ്ങൾക്ക് മുന്നേയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനും അത് വിശ്വസിക്കുവാനും വളരെ പ്രയാസവും മടിയുമായിരുന്നു. ഇന്ന് നമ്മൾ ഈ വിഷയം, അതേ ഖുർആൻ ഈ കാലഘട്ടത്തിലുള്ള ഞാനും നിങ്ങളും ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, വിശ്വാസികളെന്നല്ല വിശ്വാസികളല്ലാത്ത ആളുകളും ലോകത്തോട് പറയുന്നുണ്ട് ഈ ലോകത്തിന് അന്ത്യമുണ്ട്. ഇവിടുത്തെ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം
തകർത്തെറിയപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്നൊരു സമയം വരാനുണ്ട് എന്ന് ശാസ്ത്രലോകത്തെ പല ആളുകളും ആ സത്യത്തെ, ആ യാഥാർത്ഥ്യത്തെ വളരെ വ്യക്തമായ രീതിയിൽ പല നിലക്ക് നമ്മളെ മുമ്പിൽ എത്തിച്ചു തരുന്നുണ്ട്. ഖുർആനിൽ ഈ വിഷയം ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് മുന്നിൽ വിശ്വാസികളായ ആളുകൾക്ക് പഠിക്കുവാനും വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഉൾക്കൊള്ളാനും കഴിയുന്ന രീതിയിൽ പല രീതികളിലായി അള്ളാഹു നമ്മളെ മുമ്പിൽ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായി 23-ാം ജുസ്ഇൽ ധാരാളം ഈ വിഷയം അള്ളാഹു പരാമർശിപ്പിക്കുന്നുണ്ട്. സൂറത്തു യാസീനിലെ 48 മുതൽ 53 വരെയുള്ള വചനങ്ങളിലും സൂറത്തു സോഫാത്തിലും അള്ളാഹു ഈ വിഷയങ്ങളെ, ലോകാന്ത്യത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി പഠിക്കാൻ പാകത്തിലുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ അന്ത്യദിനത്തെ നിഷേധിച്ച ആളുകൾ, അതായത് അങ്ങനെ ഒരു സായത്ത്, അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും നശിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകൂല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവോ? നമ്മൾ ഈ സുന്ദരമായി വസിക്കുന്ന ഭൂമി, ഇവിടെ പ്രകാശം നൽകുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ, അങ്ങനെ ഇവിടെയുള്ളതെല്ലാം നശിപ്പിക്കപ്പെടുന്ന, തകർത്തെറിയപ്പെടുന്ന, ഇല്ലാതാകുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിച്ച ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. അത്തരം ആളുകളോട് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. സൂറത്ത് യാസീനിൽ ആ ചോദ്യം അള്ളാഹു നമുക്ക് പഠിക്കുവാൻ, പിന്നീടുള്ള ആളുകൾക്ക് ബോധ്യമാകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ ചോദ്യം എങ്ങനെയാണ്? നോക്കൂ നിങ്ങൾ. വയഖൂലൂന മതാ ഹാദൽ വഅദ് വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ജനങ്ങളൊക്കെ ചോദിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ വാഗ്ദത്ത ദിവസം എന്നുണ്ടാവുക? ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന രംഗങ്ങളായി പറയപ്പെടുന്നുണ്ട്. ആ വാഗ്ദത്ത ദിവസം എപ്പോഴാണ്, ഞങ്ങളിലേക്കത് വരട്ടെ എന്ന രീതിയിൽ ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർക്ക് മുന്നിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ അഹങ്കാരത്തോടുകൂടെ, അതല്ലെങ്കിൽ നിഷേധത്തോടുകൂടെ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു എന്നാണ്. അവർക്ക് അള്ളാഹു കൊടുത്ത മറുപടിയും സൂറത്ത് യാസീനിൽ തന്നെ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ. മായൻളുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദതൻ തഅഖുദുഹും വഹും യഖ്സിമൂൻ. സൂറത്ത് യാസീനിലെ 49-ാമത്തെ വചനാണ്. അവർ ഒരു അട്ടഹാസത്തെ മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. അവരിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഖിയാമുണ്ടാവോ, അവസാനം ഉണ്ടാവോ, ഇങ്ങനൊരു നാശം ഉണ്ടാവോ, പുനർജന്മം ഉണ്ടാവോ എന്നൊക്കെയുള്ള നിഷേധത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദുനിയാവിൽ പലതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് അവർ ആയാത്തുകൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്നായിരിക്കും അവരിലേക്ക് അത് വരിക. ഖിയാമത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നിടത്ത് എടുത്തു പറയുന്നൊരു സംഗതി സൂറത്തു യാസീനിലും സ്വാഫാത്തിലൊക്കെ അള്ളാഹു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, എങ്ങനെ ഖിയാമുണ്ടാവുക എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം പറയുന്നിടത്തത് അത് വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. അള്ളാഹു അല്ലെങ്കിൽ മനുഷ്യന് കണ്ടു തീർക്കാൻ കഴിയാത്ത, ഗവേഷണം ചെയ്ത് തീർക്കാൻ കഴിയാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ ധാരാളക്കണക്കിന് അത്ഭുതങ്ങളെ അള്ളാഹു നിമിഷ നേരങ്ങൾ കൊണ്ടെല്ലാം നശിപ്പിച്ചു കളയുമെന്ന്. നോക്കൂ നിങ്ങൾ, ആ ഒരു ഭാഗമാണ് അത് പറയണത്. ഇല്ലാ സ്വൈഹ, ഒരു അട്ടഹാസം മാത്രമായിരിക്കും. ഒരു അട്ടഹാസം മതി മനുഷ്യൻ്റെ എല്ലാ ഗർവവും ഇല്ലാതാവാൻ. ഒരു ചെറിയ ശബ്ദം മതി മനുഷ്യൻ്റെ എല്ലാ അഹങ്കാരവും ഇല്ലാതാവാൻ. ഒരു ശബ്ദത്തിൻ്റെ കാഠിന്യം പോലും പലപ്പോഴും താങ്ങാൻ മനുഷ്യന് സാധിക്കില്ല എന്നുകൂടെ ആ വചനത്തിലൂടെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. അതേ ആശയാണ് സൂറത്ത് സ്വാഫാത്തിൽ അള്ളാഹു 19-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്. ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ, അതൊരു സജറത്ത് മാത്രമായിരിക്കും, ഒരു അട്ടഹാസം മാത്രമായിരിക്കും. അട്ടഹാസം പോലെയുള്ള ശബ്ദം. ഖിയാമത്തിനെ കുറിച്ച് പറയുന്ന ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിൽ അതേ ശബ്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അൽ ഖാരിഅത്ത്, അൽ ഹാഖത്ത്, ഇതൊക്കെ ആ ഘോരമായ ആ സമയത്തുണ്ടാകുന്ന ശബ്ദത്തെക്കുറിച്ചാണ്. ഏതായാലും വളരെ പെട്ടെന്ന് മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഈ പ്രപഞ്ചം മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ആ വലിയ ശബ്ദം, ആ ശബ്ദത്തിലെല്ലാം നശിച്ചു പോകും എന്നർത്ഥമാണ് അതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗൗരവം പറഞ്ഞുതരാൻ നിഷേധികളായ ആളുകൾക്ക് അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ അള്ളാഹു പറയാണ്. അങ്ങനെ അത് പിടികൂടിയാൽ
പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിടത്തൊന്നും പോകാൻ കഴിയൂല കേട്ടോ. നോക്കൂ, സൂറത്ത് യാസീനിൽ 50-ാമത്തെ ആയത്തിലുള്ള പറയാം, നിങ്ങൾക്ക് മടങ്ങാൻ കഴിയൂല കേട്ടോ. അള്ളാഹുവിൻ്റെ ആ പിടുത്തം വന്നാൽ, അള്ളാഹുവിൻ്റെ ആ സമയം വന്നാൽ നിങ്ങൾ വിചാരിക്കും എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാം. അതിന് സാധിക്കൂലട്ടോ എന്നാണ് സൂറത്ത് യാസീനിലെ 50-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് 23-ാമത്തെ ജുസിലല്ല, സൂറത്തു നഹ്ലിലെ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇതേ കാര്യം ഒന്നും കൂടി കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടു തീരാത്ത, അന്വേഷിച്ച് തീരാത്ത, യാത്ര ചെയ്ത് ഗവേഷണം ചെയ്ത് തീരാത്ത ഈ വലിയ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ അത് തകർക്കാൻ, അള്ളാഹുവിനെ നശിപ്പിക്കാൻ നിമിഷ നേരം മാത്രം മതി എന്നുള്ളതിന് ഒരു തെളിവ് കൂടെ സൂറത്തു നഹ്ലിൽ അല്ലാഹു പറയാ, വമാ അംറുസാ, ഖിയാമത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇല്ലാ കലംഹിൽ ബസർ, അത് കണ്ണിമ വെട്ടുന്നത് പോലെയല്ലാതെയല്ല. കണ്ണിമ വെട്ടുമ്പോഴേക്കും എല്ലാം തകർത്ത് കളയാൻ, എല്ലാം നശിപ്പിച്ച് കളയാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്നുള്ളതാണ്. ഔഹു അഖറബ്, അല്ലെങ്കിൽ അതിനേക്കാളും അടുത്ത സമയത്ത്, അതിനേക്കാളും അടുത്ത രീതിയിലാണ് ആ ഖിയാമം നമ്മളോടുള്ളത്. അതിനേക്കാളും അടുത്ത നേരത്താണ്, അടുത്ത രീതിയിൽ അതിനെ നശിപ്പിച്ച് കളയാൻ പടച്ചവന് കഴിവുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇത് പഠിക്കുമ്പോൾ, ഖിയാമത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കാനും നിൽക്കാനും അല്ല. ഒരു പക്ഷേ ആ ലോകാന്ത്യത്തിന് നമ്മൾ സാക്ഷികളാവാമാകാതിരിക്കാം, അതൊന്നുമല്ല. എൻ്റെയും നിങ്ങളുടെയും ലോകാന്ത്യം എന്ന് പറയുന്നത്, എൻ്റെയും നിങ്ങളുടെയും അന്ത്യം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകാന്ത്യത്തെ കാത്തിരിക്കേണ്ടവരല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും അന്ത്യം വരുന്നതിൻ്റെ മുന്നേ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടവരാണ് നമ്മളെന്നുള്ളത്. അതെപ്പോഴും സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. അത് സംഭവിക്കുന്ന നേരത്ത് നമ്മളുണ്ടായാൽ ഈമാനോടുകൂടെ മരിക്കാൻ ആ സമയത്തിന് സാക്ഷികളാവാൻ കഴിയുക അല്ല. നമ്മളുടെ അന്ത്യം അതിൻ്റെ മുന്നേ വരുമ്പോൾ ഈമാൻ ഉൾക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ. ഇവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, എപ്പോഴാണ് ഖിയാമത്തുണ്ടാവുക, എപ്പോഴതുണ്ടാവുക? നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, പല ഡോക്യുമെൻ്ററികളുണ്ട്. എന്തിനെക്കുറിച്ച് അറിയോ? ഖിയാമത്തിനെ കുറിച്ച്. 2012 ദ എൻഡ് എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു ലോകത്ത്. ലോകത്തിൻ്റെ അവസാനമാണ് എന്ന് പറയുന്ന ഒരു സിനിമ. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. പല ശാസ്ത്രജ്ഞന്മാരും കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 2030 വരെ, അല്ലെങ്കിൽ 35 വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 50 കൊല്ലമൊക്കെ ഇനി ഈ ഭൂമിക്ക് ആയുസ്സുള്ളൂ, അല്ലെങ്കിൽ സൂര്യന് ആയുസ്സുള്ളൂ എന്ന് ഓരോ ഗ്രഹങ്ങളെ, ഓരോ നക്ഷത്രങ്ങളെ ഗവേഷണം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരാൾക്കും അതെന്നാന്ന് പറയാൻ കഴിയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅ, എന്നാണത് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. അള്ളാഹു നമ്മെ ആ സന്ദർഭത്തിൻ്റെ ഗുണങ്ങൾ, അതല്ലെങ്കിൽ ആ സന്ദർഭത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുങ്ങാൻ, മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നായാലും ശരി ആ ദിവസത്തിന് അടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അതാണ് സ്ക്രീനിലുള്ളത്. എന്നാണെങ്കിലും ശരി ആ ഖിയാമത്തിലേക്ക് നമ്മൾ അടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ പറഞ്ഞൊരു വാചകമാണ്. പ്രവാചകൻ്റെ 2 വിരലുകൾ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു. ഹദീസിൽ കാണാം, പ്രവാചകൻ്റെ ചൂണ്ടുവിരലും പ്രവാചകൻ്റെ നടുവിരലും അടുപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബുഇസ്തു അന, ഞാൻ നിയോഗിക്കപ്പെട്ടു, വസ്സാഅത കഹാതൈനി, ഞാനും ഖിയാമവും നിയോഗിക്കപ്പെട്ടത് ഹാതൈനി, ഇതുപോലെയാണ്. 2 വിരലിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് പറയാം, ഇതുപോലെയാണ്. പ്രവാചകന് നിയോഗിക്കപ്പെട്ടത് ഖിയാമുമായിട്ട് വളരെ അടുത്താണ്. പ്രവാചകൻ വഫാത്തായിട്ട് എത്രയായി അല്ലേ? അപ്പോൾ പ്രവാചകനേക്കാളും ഖിയാമത്തിനോട് അടുത്തത് ആരാ? പ്രവാചകൻ അന്ന് പറയാ ഖിയാമത്തോട് നമ്മൾ അടുത്തിട്ടുണ്ട്. ഏതുപോലെ എന്നറിയോ? ഇതുപോലെ 2 വിരലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അടുത്തിട്ടുണ്ട് എന്ന്. പ്രവാചകൻ വഫാത്തായിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. പ്രവാചകനേക്കാളും ആ സമയത്തിലേക്ക് അടുത്തവരാരാ? ഞാനും നിങ്ങളും അല്ലേ? നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ആ സമയം അടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അതിനെ നമ്മൾ കാത്തിരിക്കേണ്ട. ആ സമയം വരുന്നതിൻ്റെ മുന്നേ നമ്മളെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ആശയം, ഖുർആൻ്റെ ഖിയാമത്തിനെ കുറിച്ച്, ലോകാന്ത്യത്തെക്കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒറ്റ കാര്യം കൂടെ ആ വിഷയത്തിൽ പറയാണ്. ലോകം അല്ലെങ്കിൽ ലോകാന്ത്യം, ഖിയാമം എന്നൊക്കെ പറഞ്ഞാൽ
ഭൂമി മാത്രമാണോ നശിക്കുക? അല്ലെങ്കിൽ ഏതെങ്കിലും ഗോളങ്ങൾ മാത്രമാണോ നശിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ദർഭത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും, എല്ലാം നശിക്കും. എന്താ വാക്യ പറയോ? എന്താ വാക്യവ? വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തു അർ-റഹ്മാനിൽ അള്ളാഹു പറയുന്ന വാചകമാണ്. സൂറത്തു റഹ്മാൻ. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല, എല്ലാം നശിക്കും. പിന്നെ അത് നശിക്കോ, ഇത് നശിക്കോ, മലക്കൾ ബാക്കിയാവോ, ജിന്നുകൾ ഉണ്ടാവോ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തവണ്ണം അള്ളാഹുവയുടെ അടഞ്ഞ രീതിയിൽ അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം, അള്ളാഹു മാത്രമേ ബാക്കിയാവുള്ളൂ. നോക്കൂ നിങ്ങൾ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ചർച്ചകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു പാർട്ട് എന്നുള്ളത് മരണാനന്തരമാണ്. അതായത് ഖിയാമൊക്കെ കഴിഞ്ഞ് മനുഷ്യനും അതിൻ്റെ മുന്നേ മരണപ്പെട്ടവരൊക്കെ കഴിഞ്ഞ് രണ്ടാമത് കാഹളത്തിലൂതുന്നൊരു സന്ദർഭമുണ്ട്. രണ്ട് കാഹളത്തിലൂതുന്നതിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മുഴുവൻ മനുഷ്യരും ഖിയാമത്തിൽ അള്ളാഹു മരിപ്പിച്ച മുഴുവൻ ജീവജാലങ്ങളെയും മനുഷ്യരെയും നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നൊരു രംഗം. അതായത് പുനർജന്മമുണ്ട്. അള്ളാഹുവിനുള്ള വിശ്വാസത്തെ ജനങ്ങൾ എത്രത്തോളം പ്രയാസത്തോടെയാണ്, അതായത് വളരെ പ്രയാസത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നത്. അതേ രീതിയിലുള്ള മറ്റൊരു കാര്യമാണ് പരലോക വിശ്വാസം ജനങ്ങളിൽ ബോധ്യപ്പെടുത്താൻ പ്രവാചകൻ നേരിട്ട പ്രയാസം എന്ന് പറയുന്നത്. അതുണ്ടാവോ? അതിപ്പോൾ എങ്ങനെ? മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ജനിക്കേ, ഇതേമാതിരി വരുമോന്നോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ചോദിക്കായിരുന്നു എന്നാ. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തെ നിഷേധിച്ചിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നും പലരുണ്ട്. നോക്കൂ നിങ്ങൾ, അന്ന് ആ ജനങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് ഒരു പക്ഷേ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ടാവില്ല. ആ ചോദ്യം അള്ളാഹു ഖുർആനിൽ സൂറത്തു യാസീനിലും സൂറത്തു സാഫാത്തിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാഫാത്തിലൊരു വചനം എങ്ങനെയാണ്? ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ ഇന്നാ ലമബ്ഊസൂൻ. നമ്മൾ കേട്ട വാചകമാണ്. ഇദാ മിത്നാ വകുന്നാ തുറാബ, ഞങ്ങളൊക്കെ മരിച്ച് മണ്ണായി, വൈലാമ, ഞങ്ങളെ എല്ലുകളും ഞങ്ങളൊക്കെ ഞങ്ങൾ മണ്ണാവുകയും എല്ലുകളാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നാ ലമബ്ഊസൂൻ, പിന്നെ എങ്ങനെ ഞങ്ങൾ പുനർജനിക്കുക, പിന്നെ എങ്ങനെ ഞങ്ങൾ പുനർജീവിക്കുക എന്ന് ആ കാലത്തെ ജനങ്ങൾ ചോദിച്ചായിരുന്നു. മാത്രമല്ല, അവർ മറ്റൊരു ചോദ്യം എന്താ പറയുക, അവർ അത്ഭുതത്തോട് ചോദിച്ചിരുന്നതായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ച് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട്, മുത്തച്ഛന്മാരുണ്ട്, ആബാഉനൽ-അവ്വലൂൻ, ഞങ്ങളെ പൂർവികരായ പിതാക്കന്മാരുണ്ട്, അവരും വീണ്ടും ജീവിക്കുന്നാണോ നീ പറയുന്നത് മുഹമ്മദേ? ഓരോ പ്രവാചകന്മാരോടും ചോദിച്ചതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അത്തരം ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ചോദിച്ചതാ. എല്ലൊക്കെ ആയി നുരുമ്പിക്കഴിഞ്ഞിട്ട് വീണ്ടും എങ്ങനെ നമ്മൾ മനുഷ്യന് പുനർജീവിപ്പിച്ചു വരാൻ? അന്നൊരു പക്ഷേ ഇത് അത്ഭുതത്തോടു കൂടെ അവർ ചോദിച്ചതായിരിക്കാം. ഇന്നതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല നമുക്കറിയാം. കാരണം മരിച്ച നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ മരിച്ച മനുഷ്യൻ ആരായിരുന്നുവെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ കൊടുത്ത കഴിവുകൾ കൊണ്ട് മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. DNA ടെസ്റ്റിലൂടെ ആരായിരുന്നു, ഏത് കാലഘട്ടത്തിലായിരുന്നു, ഇവിടെ ഒരു പൊടി കണ്ടാൽ, ഒരു മുടി കണ്ടാൽ, ഒരു നാര് കണ്ടാൽ പോലും എത്ര നൂറ്റാണ്ട് മുന്നേ ജീവിച്ച മനുഷ്യനായിരുന്നു എന്ന് പോലും പറയാൻ പാകത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ വളർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ DNA-യിൽ നിന്ന് അതുപോലത്തെ മനുഷ്യന്മാരുണ്ടാക്കിയെടുക്കാൻ ഉള്ള പരിശ്രമത്തിൽ കൂടെയാണ് പുതിയ ശാസ്ത്ര ലോകം എന്നുള്ളിടത്താണ് അള്ളാഹുവിൻ്റെ ഈ വചനം നമ്മൾ ഒന്നും കൂടിയും ആവർത്തിച്ച് വായിക്കേണ്ടത്. കാരണം മരിച്ചു മണ്ണായാലും എല്ലുകളൊക്കെ പൊടിഞ്ഞ് നുരുമ്പിപ്പോയാലും വീണ്ടും അള്ളാഹുവിന് മനുഷ്യനെ കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല. സൂറത്തു സാഫാത്തിൽ 18 അള്ളാഹു പറയുന്ന മറ്റൊരു വചനം എങ്ങനെയാണ്? കുൽ, പ്രവാചകരെ നിങ്ങൾ അവരോട് കൊടുക്കുന്ന മറുപടി എങ്ങനെ അറിയോ? ഇത്തരം ആളുകളോട് അൻതും ദാഖിറൂൻ, കുൽ നഅം, അതെ നിങ്ങൾ പറയണം. നിങ്ങളെന്നല്ല, നിങ്ങളെ മുന്നേയുള്ള എത്ര ആളുകൾ മരിച്ചോ അവരെയൊക്കെയും അള്ളാഹു പുനർജീവിപ്പിച്ചു കൊണ്ടുവരും. മാത്രമല്ല, നിങ്ങളിങ്ങനെ നിഷേധികളായിട്ടാണ് മരിക്കണമെങ്കിൽ അൻതും ദാഖിറൂൻ, നിങ്ങളൊക്കെ അന്ന് നിന്ദ്യന്മാരായിരിക്കട്ടോ. അന്ന് പുനർജനിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വലിയ തറവാട്ടുകാരും വലിയ കുലമഹിമകയിൽ ജീവിക്കുന്നവരും വലിയ പൊങ്ങച്ചത്തിൽ വലിയ ആർഭാടത്തിൽ കഴിയുന്നവരാണെങ്കിൽ ഈ നിഷേധത്തോടു കൂടെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അൻതും ദാഖിറൂൻ, നിങ്ങൾ അന്ന് വരിക നിന്ദ്യന്മാരായിട്ടായിരിക്കും. അള്ളാഹു
ആ നിന്ദിക്കപ്പെടുന്നവരിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് കൊടുക്കുന്നൊരു മറുപടി കൂടെ നോക്കൂ. നിങ്ങൾ സൂറത്ത് യാസീനിൽ നോക്കൂ. കാലമൻ യുഹീൽ ഇളാമ വഹിയ റമീം. അവർ ചോദിച്ചൊരു ചോദ്യം, കാലമൻ യുഹീൽ ഇളാമ വഹിയ റമീം. ആരാണ് ഈ അസ്ഥികളൊക്കെ അത് ജീർണിച്ചു പോയാൽ അവരെ ജീവിപ്പിക്കാൻ, അവർക്ക് കൊടുക്കാൻ? റസൂലുള്ളാഹിനോട് അല്ലാഹു പറയാം, നിങ്ങൾ മറുപടി കൊടുക്കണം കേട്ടോ. എങ്ങനെ മറുപടി എടുക്കേണ്ടി അറിയോ? കുൽ, പ്രവാചകർ നിങ്ങൾ പറയണം അവരോട്. എന്താ പറയേണ്ടത്? യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഞാനും നിങ്ങളും ഈ ചോദ്യം ഇന്ന് ആര് ആവർത്തിച്ചാലും അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു മറുപടിയാണ്. എന്താ നോക്കൂ നിങ്ങൾ. കുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആദ്യം ആരാ വരണ്ടാക്കിയത്? നമ്മൾ നിഷേധിയാണെന്ന് നോക്കിയോ നിങ്ങൾ. നമ്മൾ ആരുണ്ടാക്കിയത്? നമ്മളാരെങ്കിലും വിചാരിച്ചിട്ടാണോ? നമ്മളാരെങ്കിലും വിചാരിച്ചതുപോലെയാണോ? നമ്മളാരും നനച്ചിട്ടല്ലല്ലോ നമ്മളുണ്ടായത്. നമ്മളാരും വിചാരിച്ചിട്ടുമല്ല, നമ്മളാരുടെയും പ്ലാനിങ് പോലെയും അല്ല. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ എങ്ങനെയാണോ പടച്ചുണ്ടാക്കിയത് അതുപോലെ തന്നെ നിങ്ങളെ വീണ്ടും ഉണ്ടാക്കാൻ അവന് കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ അതിനുള്ള മറുപടി അതാണ്. പ്രിയപ്പെട്ടവരെ, പുനർജന്മമാണ്. ഈ പുനർജന്മത്തെ നിഷേധിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ പറയപ്പെട്ടതെല്ലാം. നോക്കൂ നിങ്ങൾ, പുനർജന്മം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എപ്പോഴും നമ്മൾ കേൾക്കുന്ന, എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. വീണ്ടും ഒന്നുകൂടെ 23-ാമത്തെ ജുസ്ഇലുള്ള ഭാഗമായതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുനർജന്മ വേള എങ്ങനെ ഉണ്ടാവുക, എന്താണ് ആ സമയത്ത് മനുഷ്യൻ്റെ അവസ്ഥകൾ, പരലോകത്ത് മനുഷ്യൻ വരലെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ കാഹളത്തിൽ ഊതുമ്പോൾ വറുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറത്ത് യാസീൻ അല്ലാഹു പറയുന്ന വാചകൻ. ധാരാളം ഇതേ ആശയങ്ങളുള്ള വചനങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദ. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ രണ്ടാമതും കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അതൊരു അട്ടഹാസം പോലെയായിരിക്കും. ആ അട്ടഹാസം വരുമ്പോൾ മനുഷ്യർ അവൻ്റെ റബ്ബിങ്കിലേക്ക് എല്ലാവരും യൻസിലൂന, ധൃതിപ്പെട്ട് നടന്നു പോകുന്നവരായിരിക്കും. ജമീഉല്ലദൈന മുഹ്ളറൂൻ, പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് എല്ലാവരും ഹാജരാക്കപ്പെടുന്നവരായിരിക്കും. ഫതഅ്തൂന അഫ്വാജ. മറ്റു സ്ഥലത്ത് സൂറത്ത് നബയിൽ അല്ലാഹു പറഞ്ഞ ഫതഅ്തൂന അഫ്വാജ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ കൂട്ടമായിട്ട് വരുന്ന. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്ന ഒരു വാചകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധികളായ ആളുകൾക്കുള്ളൊരു മറുപടിയായിട്ട്, അതല്ലെങ്കിൽ എങ്ങനെയാണ് പരലോകത്ത് വരിക എന്ന് പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എല്ലാവരും ഒരു ലാമ്പിൻ്റെ അടുക്കിലേക്ക് വരുന്ന പോലെ, ഒറ്റൊരു ബിംബത്തിൻ്റെ അടുക്കിലേക്ക്, ഒരു മേഖലയിൽ, ഒരു പോയിന്റിലേക്ക് എല്ലാവരും അവനാൻ്റെ ഖബറുകളിൽ നിന്ന്, അവനാൻ്റെ മഖബറകളിൽ നിന്ന് ആ ഒരു ലക്ഷ്യത്തെ ലക്ഷ്യമാക്കിയിട്ട് ആരും പറഞ്ഞു കൊടുക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്ന്. കൊടുക്കാൻ പോണേ എല്ലാവരും ഒരേ സ്ഥലത്ത്, നമ്മൾ പറയുന്ന മഹ്ശറയിലേക്ക്. ആ മഹ്ശറയിൽ ഞാനും നിങ്ങളും ലോകത്ത് വന്നവരും വരാനിരിക്കുന്നവരുമായ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു കൊണ്ടുവരുന്നതാണ്. അതാണ് ആ മഹ്ശറ, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഇടമെന്ന് പറയുന്നത്. പുനർജനിക്കപ്പെടുന്ന വേളയിൽ തന്നെ ഈ പറയപ്പെട്ട നിഷേധികളായ ആളുകളൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അള്ളാഹു ഖുർആനിൽ നമുക്ക് പാഠമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു യാസീനിലെ 52-ാമത്തെ വചനം, സൂറത്തു സോഫാത്തിൽ 20-21 വചനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ. ഖാലു, പുനർജനിക്കപ്പെടുമ്പോൾ തന്നെ രണ്ടാമത്തെ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാവരും അവനവൻ്റെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. ഖാലു, ആ നിഷേധികളായ ആളുകൾ, ഖിയാമത്തിനെ, പുനർജന്മത്തെ നിഷേധിച്ച് മരിച്ചുപോയ ആളുകൾ, കുറ്റവാളികളായി മരിച്ചുപോയ ആളുകൾ, അവർ പറയും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഈ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ സുഖമായി ഉറങ്ങായിരുന്നല്ലോ, ഞങ്ങളുടെ ഉറക്കിൽ നിന്നും ആരാണ് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത്, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? ആ സമയത്ത് അവരോടായി പറയപ്പെടുമെന്നാണ്, ഹാദാ മാ വഅദർ റഹ്മാൻ, ഹാദാ മാ വഅദർ റഹ്മാൻ, ഹാദാ മാ വഅദർ റഹ്മാൻ. അന്ന് പ്രവാചകന്മാർ നിങ്ങളോട് റഹ്മാൻ്റെ വാഗ്ദത്ത ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അന്ന് ഓരോ ദൂതന്മാരും നിങ്ങളോട് ഇങ്ങനെ ഒരു സമയം വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സമയമാണിത്, ആ സന്ദർഭമാണിത്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളിതാ സത്യസന്ധമായി പുലർന്നതാണിത് എന്ന് അവരോടായി പറയപ്പെടും. ആ നിഷേധികളിൽ നമ്മളാരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹു അത്തരം ആളുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഇത് സംഭവിക്കാൻ പോകുന്നതാണ്. ആളുകൾ പറയും പോലെ ഇതൊരു മിത്തല്ല എന്ന് മനുഷ്യന് ബോധ്യമാവാൻ
അള്ളാഹു ധാരാളം വചനങ്ങൾ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ പറയപ്പെടുന്നത് ദൈവീക വചനാണ് കേട്ടോ. മക്കയിലെ ആളുകൾ ഈ വചനങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന സമയത്ത് അവർ പരസ്പരം ഇങ്ങനെ ചോദിക്കായിരുന്നു, പ്രവാചകനെ കളിയാക്കിയിട്ട് ചോദിക്കായിരുന്നു എന്നാ. സൂറത്തു നബഇന്റെ അവതരണ പശ്ചാത്തലം തന്നെ അങ്ങനെയാണ്. അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അളീം. അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു കാര്യത്തെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹ് തന്നെ പറയാണ്, അനിന്നബഇൽ അളീം, ഒരു വലിയ വൃത്താന്തത്തെക്കുറിച്ച്, ഒരു വലിയ സംഭവത്തെക്കുറിച്ച്, ഒരു വലിയൊരു നബഇനെ കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ് വലിയ വൃത്താന്തം എന്നറിയോ? മനുഷ്യരെല്ലാവരും നശിപ്പിക്കപ്പെടുന്ന, പിന്നീട് അവർ പുനർജനിക്കപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. അങ്ങനൊന്നുണ്ടാവോ? അവരിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. അവർ പരസ്പരം ആ വിഷയങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നുവെന്ന്. അതുകൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞതാ. എന്നിട്ട് അല്ലാഹു സൂറത്തു നബഇൽ 10-12ഓളം കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കും ഏത് കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കും ഈ അവതരിച്ചത് ഖുർആനാണ്, ദൈവീക വചനമാണ്. ഇതേതെങ്കിലും ഒരു മനുഷ്യനുണ്ടാക്കിയതല്ല. ഇതിൽ മനുഷ്യന് പറയാൻ പഠിക്കാൻ പാകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവീകമാണെന്ന് ബോധ്യപ്പെടാൻ, പഠിക്കാൻ, ഗവേഷണം നടത്താൻ പാകത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു തരിക. അതിൽ അലം നജ്അലിൽ അർള മിഹാദാ, അലം നജ്അലിൽ അർള മിഹാദാ എന്ന് തുടങ്ങുന്ന ഓരോ വചനങ്ങൾ ഭൂമിയെ തൊട്ടിലാക്കിയില്ലേ, പർവ്വതങ്ങളെ ആണിയാക്കിയില്ലേ? ആ വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയിട്ട് അന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറ്റാത്തതാണ്, അതുകൊണ്ടത് ദൈവികമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് കാലഘട്ടത്തിലും ആ നബയില ആ ബാക്കി വരുന്ന ആയത്തുകൾ ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്ഭുതമാണ് ഖുർആൻ എന്നുള്ളത്. ആ ഖുർആൻ ദൈവികമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ബാക്കിയുള്ളത് അത് ഉൾക്കൊള്ളാൻ അവർ നിർബന്ധിതരാണ്. അതായത് വിശ്വാസികളായ ആളുകൾ അവർ ഉൾക്കൊള്ളേണ്ടതാണ് ബാക്കി ഭാഗങ്ങൾ. അതാണ് ഈ പറയപ്പെട്ട പരലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവർ നിഷേധിക്കുകയും അങ്ങനെ അവർ പരസ്പരം ചോദിക്കുകയും അവരോടായിട്ട് അവിടുന്ന് മറുപടി പറയുകയും ചെയ്യുന്ന രംഗമുണ്ട് എന്നാണ്. അവിടുന്ന് വിലപിക്കുന്നവരിൽ ഞാനും നിങ്ങളുണ്ടാവൂല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വഖാലു യാ വൈലനാ ഹാദാ യൗമുദ്ദീൻ. അതേ ആശയം സൂറത്തു സഫാത്തിൽ അവർ തന്നെ സ്വയം പറയാണ്, ഹാദാ യൗമുദ്ദീൻ, ഇതെന്ന് പറയപ്പെട്ട ആ യൗമുദ്ദീനാണല്ലോ. യൗമുദ്ദീൻ പറഞ്ഞാൽ പ്രതിഫല ദിവസം, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണല്ലോ. ഹാദാ യൗമുൽ ഫസ്ൽ. മറ്റൊരു ആയത്തിൽ എങ്ങനെയാണ്? ഹാദാ യൗമുൽ ഫസ്ലി അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. അതെ, നിങ്ങൾ ഏതൊരു ദിവസത്തെയാണോ ഏതൊരു സന്ദർഭത്തെയാണോ നിഷേധിച്ചിരുന്നത്, ആ നിഷേധിച്ച സന്ദർഭമാണ് ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് എന്ന് അവർക്ക് മുന്നിൽ അള്ളാഹു അവരുടെ ബോധ്യപ്പെടുമാറ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ആ സന്ദർഭത്തെ സാക്ഷിയാകേണ്ടവരാണ്. നമ്മളൊക്കെയും ആ സന്ദർഭത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ്. ആ സമയത്ത് ഏതൊരു മനുഷ്യനും അവൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അനുഭവിക്കുകയാണ്. എന്താണോ അവൻ ചെയ്തതിൻ്റെ പ്രതിഫലം? അവൻ നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലം, അവൻ തിന്മ ചെയ്താൽ തിന്മയുടെ പ്രതിഫലം. അവിടെ ഒറ്റ കാര്യമുണ്ട്. എന്താ കാര്യം അറിയോ? അവിടെ ഒരാളും അവർ ചെയ്യാത്തത് അനുഭവിക്കൂല. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം, കുറ്റം ചെയ്യാത്തവരും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്, പ്രതിയല്ലാത്തവരും വർഷങ്ങളോളം കുറ്റാരോപിതരായി ജയിലറകളിൽ കിടക്കുന്നവരുണ്ട്. പക്ഷെ അള്ളാൻ്റെ മുമ്പിൽ കുറ്റാരോപിതനായിട്ടൊരാളും പിടിക്കപ്പെടൂല. കുറ്റം ചെയ്തോനെ മാത്രമേ പിടിക്കപ്പെടുള്ളൂ. കുറ്റം ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെടൂല. കുറ്റം ചെയ്തവന് ശിക്ഷ കിട്ടാതെ പോവുകയില്ല. അതാണ്. ഇനി മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പരലോകം എന്നുള്ളൊരു സംഭവം ഇല്ല എന്നുള്ള കൂട്ട. പരലോകം എന്നുള്ളൊരു സംഗതി ഇല്ല. മരണത്തിന് ശേഷം മനുഷ്യനെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തുള്ള ആളുകൾക്ക് ആരാ പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകാം? എത്രയോ നന്മകൾ ചെയ്ത മനുഷ്യന്മാരില്ലേ? എത്രയോ നന്മകൾ ചെയ്ത ആളുകൾ. പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം മാലോകരിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ മനുഷ്യന്മാർ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ആളുകൾ, ജീവിതം മുഴുവനും സാമൂഹിക സേവനത്തിന് മാറ്റിവെച്ച എത്രയോ ആളുകൾ. എവിടുന്ന് അവർക്കൊക്കെയുള്ള പ്രതിഫലം കിട്ടുക? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു അനുശോചന യോഗമൊക്കെ വെച്ചിട്ട് പിരിയും. ഇതവർക്കുള്ള പ്രതിഫലമാണോ? അല്ലല്ലോ. നന്മ ചെയ്തവർക്ക് ആ നന്മക്കുള്ള പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലവും കിട്ടണ്ടേ? നോക്കൂ, തിന്മ ചെയ്ത എത്ര മനുഷ്യന്മാരുണ്ട്. അജ്മൽ കസബിന് ഓർമ്മയില്ലേ നമുക്ക്? ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ബോംബാക്രമണം നടത്തി അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ, ചാവറുകളായി പൊട്ടിത്തെറിക്കാൻ വന്നവരിൽ നിന്ന് പിടിക്കപ്പെട്ട ആളായിരുന്നല്ലോ. എത്ര ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കൊല്ലപ്പെട്ടു. എവിടുന്ന് അവർക്ക് അനുയോജ്യമായ ശിക്ഷ കിട്ടുക? അവർ മാത്രമല്ലല്ലോ, ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ പാവപ്പെട്ട മനുഷ്യന്മാരെ
കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വൃദ്ധന്മാരെന്നോ ഇല്ലാതെ നിരപരാധികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന എത്രയെത്ര കൊടും കുറ്റവാളികളായ മനുഷ്യർ ലോകത്തുണ്ട്. എവിടുന്ന അവർക്കൊക്കെ അനുയോജ്യമായ ഒരു ശിക്ഷ കിട്ടുക? ഇന്നത്തെ കാലത്ത് വെച്ചു 25,000 30,000 ആളുകൾ ഫലസ്തീനിൽ മരിച്ചിടുങ്ങാൻ. എന്തിൻ്റെ പേരില? നിരപരാധികളായ ആളുകൾ. അതിന് കാരണക്കാരനായ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏത് കോടതിയാ ശിക്ഷ വിധിക്കുന്നത്? ലോക കോടതിയിൽ ശിക്ഷക്കുള്ള സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഹർജി വന്നപ്പോൾ പോലും അവർ പറഞ്ഞത്, ഞങ്ങളെ ശിക്ഷിക്കാൻ ആർക്കും കഴിയില്ല, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾ പിറകോട്ടില്ല. ഈ ക്രൂരന്മാർക്ക് എവിടുന്ന ശിക്ഷ കിട്ടുക? എവിടുന്ന് അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുക? അല്ല പറയാണ്, അല്ല പറയുന്നൊരു കാര്യം, അങ്ങനെയുള്ള ഒരാളുകൾക്കും ഒരാളുകളുടെയും ശിക്ഷകൾ കുറക്കപ്പെടുകയോ ഒരാളുകൾക്കും നൽകപ്പെടുന്ന പ്രതിഫലം നിഷേധിക്കപ്പെടുകയോ ചെയ്യില്ല. അല്ല പറയുന്നൊരു വാചകം സൂറത്ത് യാസീൻ 54, ഫല്യൗമ ലാ തുളലമു നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ഓരോ മനുഷ്യരും അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അവരനുഭവിക്കുന്ന ദിവസമാണ്. അന്നൊരാളും അകാരണമായി ആക്രമിക്കപ്പെടാത്ത ദിവസമാണ്. അവർ ചെയ്യാത്തതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാനും കഴിയാത്ത ദിവസമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ നമ്മൾ ചെയ്യാത്തതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങൂല കേട്ടോ. നമ്മൾ എന്താണോ ചെയ്തത് അതേ കിട്ടുള്ളൂ. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരാളും ചെയ്ത തിന്മയുടെ പാപഭാരം ഞാനും നിങ്ങളും ഏറ്റെടുക്കൂല. നമ്മൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ നന്മയും. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരാൾ യാസീൻ ഓതി വെച്ച് നമുക്ക് കിട്ടൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരാളുകൾ 70,000 ദിക്റല്ലി വെച്ച് നമുക്ക് കിട്ടൂല. അല്ല പറയാൻ, അന്നേ ദിവസം വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതെന്തോ അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കണ്ടോ? ഈ ആയത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ മടങ്ങേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല മഹ്ശറിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബി യുഫിളൂൻ. അങ്ങനെ മഹ്ശറിലെത്തി മനുഷ്യന്മാരോട് അള്ളാഹു പറയുന്ന വ്യത്യസ്തമായ രംഗങ്ങളുണ്ട്. ഈ ഭാഗത്ത് സോഫാത്തിലും യാസീനിലും പ്രത്യേകിച്ച് 23-ാമത്തെ ജുസ്ഇൽ പരാമർശിക്കപ്പെടുന്ന 1-2 കാര്യങ്ങൾ പറയാം. നോക്കൂ, അവിടെ മനുഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആജ്ഞാപിക്കുന്ന ചില ആജ്ഞകളുണ്ട്, ചില കൽപ്പനകളുണ്ട്. ആ ഭാഗമാണ് സൂറത്തു സോഫാത്തിലെ 22, 23, 24 വചനങ്ങളിൽ അള്ളാഹ് പറയുന്ന വാചകം നോക്കൂ. ഞാനും നിങ്ങളും നന്നായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഇഹ്ശുറുല്ലദീന ളലമു വഅസ്വാജഹും വമാ കാനൂ യഅബുദൂൻ. മനുഷ്യന്മാരെ പരലോകത്ത് കൊണ്ടുവരുമ്പോൾ അവർ ആരെയൊക്കെ കൂടെയാണ് ഉണ്ടാവുക എന്നറിയോ? ഓരോ അക്രമിയായ മനുഷ്യനും അവൻ്റെ കൂടെ ആക്രമണത്തിന് കൂട്ടുനിന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ കൂടെ കൊണ്ടുവരാൻ അള്ളാഹിൻ്റെ കൽപ്പന. ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഫലസ്തീനിൽ കൂട്ടക്കൊല നടത്തണമെങ്കിൽ അതിന് സഹായിയായി ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഉണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടോ, അതുമാത്രമില്ല, ലോകത്താരും, ഞാൻ എൻ്റെ അയൽവാസിയെ ആക്രമിച്ചാൽ പോലും ഏതൊരു മനുഷ്യൻ ഏതൊരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്താലും ആരൊക്കെ അവൻ്റെ കൂടെ ഉണ്ടോ അവരെയൊക്കെയും അള്ളാഹുവിൻ്റെ മുന്നിൽ അജറാക്കാൻ പറയും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നന്നായിട്ട് പറയാറുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ആക്രമണമുണ്ട്. അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ആരാധനയിൽ പങ്കുചേർക്കലാണ്. അള്ളാഹ് പറയാ, ഇത് മാത്രമല്ല, വമാ കാനൂ യഅബുദൂൻ, മനുഷ്യൻ ആരാധിച്ച വസ്തുക്കൾ ഉണ്ടാകും. അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടെ ചേർത്തവരുണ്ടാകും. അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റുള്ള പല വസ്തുക്കളെയും ദൈവമായി കണ്ടവരുണ്ടാകും. അള്ളാഹ് പറയാൻ, വമാ കാനൂ യഅബുദൂൻ. നാളെ പരലോകത്ത് മഹ്ശറയിൽ മനുഷ്യൻ ഒരുമിച്ച് കൂട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരെയാണ്, ഏതൊക്കെ മനുഷ്യർ ആരെയൊക്കെയാണോ ആരാധിച്ചത് അവരെ കൂടെ കൊണ്ടുവരണേ. ആരാധിച്ചവരെയും ആരാധിക്കപ്പെട്ടവരെയും പരിശുദ്ധ ആ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുപോലെ ഹാജരാക്കപ്പെടുന്ന ദിവസമാണത്. എന്നിട്ട് അവരോട് ചോദിക്കുന്ന, നിങ്ങൾ ആരാധിക്കാൻ പറഞ്ഞിട്ടാണോ അവരാരാധിച്ച്? അപ്പോൾ അവരൊക്കെ കഴിയും. അതിൽ എല്ലാവരും ഉണ്ടാവും. അതിൽ അവർ പറയാതെ ഒന്നും അറിയാതെ ആരാധിക്കപ്പെട്ടവരുണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പോലും ചോദ്യം ചെയ്യും. അവർ രക്ഷപ്പെടും അള്ളാഹുവിൻ്റെ മുന്നിൽ. എന്നാൽ സ്വയം ദൈവങ്ങളായി ചമഞ്ഞവർ അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ കുടുങ്ങുന്നവരാണ്. മാത്രമല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട പല ആളുകളും, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പലരും ആരാധനയുടെ പേരിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധന അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും ചേർത്ത് വെക്കുന്നവരാണ്. നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, അത്
അള്ളാഹുവിനോടൊപ്പം ആ പ്രാർത്ഥനയിലോ ആരാധനയുടെ ഏതെങ്കിലും വശങ്ങളിൽ അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും ചേർത്ത് വെക്കുന്നവരാണ്. ഈ ആയത്തിൻ്റെ പരിധിയിൽ അവരും വിടും. ആരോടൊക്കെയാണോ അവർ പ്രാർത്ഥിച്ചത്, ആരുടെയൊക്കെ മുന്നിലാണോ അവർ സുജൂദ് ചെയ്തത്, അള്ളാഹുവിനെ പോലെ ആരൊക്കെയാണോ അവർ കൊണ്ടു നടന്നത്, അവരെയൊക്കെയും അള്ളാഹുവിന് മുന്നിൽ കൊണ്ടുവരപ്പെടുകയും പരസ്പരം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ്. മാത്രമല്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? മാലക്കും ഇല്ലാത്ത നാസുറൂൻ, ആരെ നിങ്ങളെ സഹായിക്കുക? ഇവിടുന്ന് സഹായിക്കാൻ പലരും ഉണ്ടായിന്. പോലീസ് സ്റ്റേഷനിൽ കുടുങ്ങിയാൽ, ക്രിമിനലായി കുടുങ്ങിയാൽ, രാഷ്ട്രീയ നേതാക്കന്മാർ, മതസംഘടനയിൽ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ, പൗരപ്രമുഖരായ ആളുകൾ, പല ആളുകളും വന്ന് സഹായിച്ചിരുന്നു. അവരൊക്കെയും അവിടെ ഉണ്ടാവും. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, മാലക്കും ലാ തനാസറൂൻ, ആരാ, എങ്ങനെ നിങ്ങളെ സഹായിക്കപ്പെടുക? ആരാ ഇന്ന് സഹായിക്കാനുള്ളത്? ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ. അള്ളാഹ് എന്നെ പറയാ, നിങ്ങൾക്ക് അതിന് കഴിയൂല. അധികാരമുള്ളവരുണ്ടായിരുന്നു, പരസ്പരം ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ, അക്രമികളായി പിടിക്കപ്പെടുമ്പോൾ അവരെ സഹായിച്ച ആളുകൾ, അങ്ങനെ പല രീതിയിലും പ്രവർത്തിച്ച ആളുകളുണ്ടായിരുന്നു. അള്ളാഹ് പറയും, നിങ്ങൾ ഇന്ന് എല്ലാം ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ, പത്തിയില്ലാത്ത സർപ്പത്തെ പോലെ, അധികാരമില്ലാത്ത ഭരണാധികാരിയെ പോലെ അവിടെ എല്ലാവരും പടച്ചവൻ്റെ മുന്നിൽ മുസ്തസ്ലിമൂന, എല്ലാവരും അവിടെ കീഴൊതുങ്ങിയവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത്തരമൊരു സാഹചര്യങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കാതിരിക്കട്ടെ എന്നാണ് ഈ സമയത്ത്, ഈ വേളയിൽ നിങ്ങളോട് നമ്മളൊക്കെ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം എന്താ അറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പലപ്പോഴും അണികളെ ആവേശം കൊള്ളിക്കാൻ വലിയ പ്രസംഗം നടത്തുന്നവർ, അണികളോട് തെറ്റാണെന്ന് ബോധ്യമുണ്ടായിട്ടും ആ തെറ്റിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവർ, തിന്മയിലെ അണികളെ നഴിച്ചു കൊണ്ടുപോയ ആളുകൾ, അതല്ലെങ്കിൽ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ നേതാക്കന്മാരെ പിൻപറ്റി തിന്മയിലായിപ്പോയ ആളുകളുണ്ടാവും. ചില ആളുകൾ പറയാറുണ്ടല്ലോ, എന്തായാലും ശരി, എൻ്റെ മൗലവി പറഞ്ഞത് തെറ്റൂല, ഞാൻ ആ മൗലവിൻ്റെ കൂടെയാണ്. എൻ്റെ ഉസ്താദ് പറഞ്ഞത് തെറ്റൂല, അതുകൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ കൂടെയാണ്. ഞാൻ ഉസ്താദ് നരകത്ത് പോവുകയാണെങ്കിൽ, ആ മൗലവി നരകത്ത് പോവുകയാണെങ്കിൽ, ആ പണ്ഡിതൻ നരകത്ത് പോവുകയാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ എന്ന് അഹങ്കാരത്തോടു കൂടെ, അതല്ലെങ്കിൽ അറിവില്ലാതെ പറയുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ, അല്ലെങ്കിൽ നമുക്കും അവർക്കൊക്കെ പാഠമാകുന്ന രീതിയിൽ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അണികൾ, നേതാക്കന്മാർ പരസ്പരം സംസാരിക്കും. അവിടെ നിന്ന് വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ ഖാലൂ ഇന്നകും കുൻതും തഅതൂനനാ അനിൽ യമീൻ ഖാലൂ ബൽ ലം തകൂനൂ മുഅ്മിനീൻ. അവിടെ നിന്ന് വലതുഭാഗത്തൂടെ വന്ന ആളുകളൊക്കെ ഉണ്ട്. ആ തഫ്സീറിൽ കൃത്യമായിട്ട്, അതിൻ്റെ തഫ്സീറിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആരാ വലതുഭാഗത്തൂടെ വന്ന ആളുകൾ? നേതാക്കന്മാരായിരുന്നു, അവരുടെ മുന്നിൽ നയിച്ച ആളുകളായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു, നേതൃത്വം കൊടുത്ത ആളുകളായിരുന്നു. അവർ പരസ്പരം അഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ, പരസ്പരം ചോദ്യം ചോദിക്കും, പറയും, വർത്തമാനം പറയും. അവർ തമ്മിൽ തർക്കിക്കോടുന്നതാണ്. തർക്കിക്കും. എന്താ തർക്കിക്കുക അറിയോ? നിങ്ങൾ പിൻപറ്റിയിട്ടല്ലേ ഞങ്ങളിങ്ങനെ ആയത്, നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഞങ്ങളും ഈ നാശത്തിലായത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചതും സുജൂദ് ചെയ്തതും, നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടല്ലേ ഞങ്ങൾ ആ ശിർക്കൻ പ്രവർത്തനങ്ങളും ബിദ്അത്തുകളും ചെയ്തത് എന്ന് അണികളായ ആളുകൾ ഏത് മനുഷ്യരുടെ വാക്ക് കേട്ടാണോ അതൊക്കെ ചെയ്തത് അവരുടെ അടുക്കൽ പോയി പറയുമ്പോൾ അവർ കൈമലർത്തി പറയുന്നൊരു കാര്യമുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സഫാത്തിൽ 23, 22, 32, 33 വചനങ്ങൾ, ഫഗവൈനാകും ഇന്നാ കുന്നാ ഗാവീൻ ഫഇന്നഹും യൗമഇദിൻ ഫിൽ അദാബി മുശ്തരികൂൻ. ഫഗവൈനാകും ഇന്നാ കുന്നാ ഗാവീൻ, ഞങ്ങൾ നിങ്ങളെ തെറ്റിലാക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഇന്നാ കുന്നാ ഗാവീൻ, ഞങ്ങളും തെറ്റിലായിരുന്നു. ദുന്യാവിൽ ഞങ്ങൾ തെറ്റിലായിരുന്നു, അതുകൊണ്ട് നിങ്ങളും തെറ്റിലായി. ഞങ്ങൾ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങളും പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ വിശ്വാസത്തിലായിരുന്നു, നിങ്ങളും ആ വിശ്വാസത്തിലായി. ഇങ്ങനെ അവിടുന്ന് സമ്മതിക്കുന്ന, എന്നിട്ട് കുറ്റം ചെയ്യാത്ത, അതായത് നേതാക്കളെ കേട്ട് പിൻപറ്റി പ്രവർത്തിച്ച അണികളുണ്ടാവുമല്ലോ, അവർക്ക് ശിക്ഷ കുറയോ? അങ്ങനെ ഉണ്ടാവില്ലേ? ഞങ്ങളല്ല പഠിച്ചോനെ, ഇവരാണല്ലോ എന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അണികൾക്ക് ശിക്ഷ കുറയോ? ഇല്ലല്ലോ. അള്ളാഹു പറയണ നോക്കൂ നിങ്ങൾ, ഫഇന്നഹും യൗമഇദിൻ ഫിൽ അദാബി മുശ്തരിക്കുൻ, അള്ളാഹിൻ്റെ ശിക്ഷയിൽ ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു ആ ശിക്ഷ കൊടുക്കുന്നതാണ് എന്ന്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ധാരാളം വചനങ്ങൾ സൂറത്ത് സുമറിൽ, അതുപോലെ സോഫാത്തിൽ, ഖുർആനിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇതേ ആശയങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അതായത് നേതാക്കന്മാർ കഴിയുന്ന സന്ദർഭം, ആരൊക്കെയാണോ നമ്മൾ പിൻപറ്റിയത് അവരെല്ലാവരും
മനുഷ്യനെ കഴിയൊയ്യുന്ന അണികളെ കഴിയൊയ്യുന്ന സമയമുണ്ട്. അവരോരോരുത്തരും സമ്മതിക്കും, ഞങ്ങളാരും നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലല്ലോ, നിങ്ങൾ സ്വയം തെറ്റുകാരാവുകയായിരുന്നു, നിങ്ങൾ സ്വയം അവിശ്വാസികളാവുകയായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പരലോകത്ത് ആ അണികളുടെ മുന്നിൽ നേതാക്കന്മാരൊക്കെയും ഒഴിയുമെന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യങ്ങളിൽ പെടാതിരിക്കണമെങ്കിൽ ദുന്യാവിൽ നിന്ന് അള്ളാഹു പറഞ്ഞതിന് കൃത്യമായി അനുസരിച്ച് ആ പഠിപ്പിച്ചതിലപ്പുറം ഒന്നും ചേർക്കാതെ എന്താണോ റസൂലുള്ളാഹി നമ്മളിലേക്ക് കൊണ്ടുവന്നത് അത് കൃത്യമായി അനുധാവനം ചെയ്യുന്നവരാവണം, അത് കൃത്യമായി പിൻപറ്റുന്നവരാവണം. നോക്കൂ, നിങ്ങൾ അവിടെ ഏത് തെറ്റ് ചെയ്താലും, എത്ര ചെറുതും എത്ര വലുതുമായിട്ടുള്ള തെറ്റ് ചെയ്താലും പിടിക്കപ്പെടുന്ന ഉറപ്പാണല്ലോ. പരലോകത്തൊരു പ്രയാസം നിറഞ്ഞൊരു സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ യാസീനിലും ഫുസ്സിലത്തിലൊക്കെ സോഫാത്തിലൊക്കെ ഉദ്ധരിക്കുന്ന ചില വചനങ്ങളുണ്ട്. വളരെ പ്രയാസം നിറഞ്ഞ സംഗതിയാണ്. നോക്കൂ, ഞാനും നിങ്ങളൊക്കെ ആ സന്ദർഭത്തെ അഭിമുഖീകരിക്കുമ്പോൾ പടച്ചവൻ്റെ മുന്നിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും സംസാരിക്കുന്നൊരു സാഹചര്യമുണ്ട്. പോയി നമ്മൾ കേട്ടൊരായത്തുണ്ടല്ലോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീല് വെക്കും അല്ലാഹു, അവിടുന്ന് കൈകാലുകൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കും. അല്ലാഹുവിൻ്റെ മുന്നിൽ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിർത്തുകയും ചെയ്യും. പടച്ചോനെ ആരും കണ്ടില്ലായിരുന്നു, വാപ്പ കണ്ടില്ല, ഉമ്മ കണ്ടില്ല, മാതാപിതാക്കൾ കണ്ടില്ല, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അണികൾ കണ്ടില്ല. ഞാൻ നേതാവായിരുന്നു, ഞാൻ ഒറ്റക്കായിരുന്നപ്പോൾ ഞാൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹിൻ്റെ മുന്നിൽ എൻ്റെ കഴിവ് വിളിച്ചു പറയും, കാലതിന് സാക്ഷി നിൽക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. ഈ ബോധ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ തെറ്റുക്കുവോ? കച്ചവടം നടത്തുമ്പോൾ ആർക്കും അറിയില്ല ഇതിൻ്റെ വില കുത്തനെ കൂട്ടിയാലോ, ഇതിൻ്റെ അടിയിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിവിറ്റാലോ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളെ കൈകൾ വിളിച്ചു പറയുമെന്ന്. ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു കാര്യമുണ്ട്. ചിലപ്പം പറയാം, അപ്പോൾ കൈയില്ലാത്ത ആളുകളോ, അപ്പോൾ വിളിച്ചറിയില്ലല്ലോ, കൈയില്ലാത്ത ആളുകൾ. അതൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചാൽ അടുത്തൊരു വചനം കൂടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാം. നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ഫുസ്സിലത്തിൽ അള്ളാഹു പറയുന്നൊരു കാര്യമാണ്, ഹത്താ ഇദാ ജാഊഹാ ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. ഇതേ ആശയം. ഷഹിദ അലൈഹിം, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും വരുമ്പോൾ, ലോകത്തുള്ള ഓരോ മനുഷ്യരും വരുമ്പോൾ ആ കുറ്റവാളികളായ മനുഷ്യരാണോ അവർക്കെതിരിൽ സാക്ഷി നിൽക്കും. ആരൊക്കെയാ സാക്ഷി പറയാന്നറിയോ? അല്ല പറയാ സമഉഹും, അവരുടെ കേൾവികൾ സാക്ഷി പറയും, വഅബ്സാറുഹും, അവരുടെ കാഴ്ചകൾ സാക്ഷി പറയും, വജുലൂദുഹും, അവരുടെ ശരീരത്തിൻ്റെ തൊലികളെല്ലാം സാക്ഷി പറയും. ശരീരത്തിൽ തൊലിയില്ലാത്ത അവയവം, സ്കിന്നില്ലാത്തൊരവയവം, നേരത്തെ പറഞ്ഞ കൈയില്ലെങ്കിൽ കാലില്ലെങ്കിലോ എന്നുള്ള ചോദ്യമില്ല. തൊലികൾ അല്ലാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയും. കണ്ടോ? അപ്പം നമ്മൾ അവിടെ നിന്ന് പറയുന്ന, നമ്മൾ കുറ്റക്കാരാണെങ്കിൽ നമ്മൾ പറയുന്നു, എന്താ പറയാ? വഖാലു ലിജുലൂദിഹിം, ശരീരത്തിലെ സാക്ഷി പറയുന്ന അവയവങ്ങളോട്, സംസാരിക്കുന്ന തൊലിയോട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ പറയും, നമ്മൾ കുറ്റക്കാരാണെങ്കിൽ, ലിമ ശഹിത്തും അലൈന, ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ചല്ലേ പോയിരുന്നത്, പിന്നെന്തേ എനിക്കെതിരെ, നമുക്കെതിരെ ഇവിടുന്ന് നിങ്ങൾ സാക്ഷി പറയുന്നത് എന്തേ? നിങ്ങളെന്തേ വർത്തമാനം പറയുന്നത്? ആരും കാണാതെ ചെയ്തതല്ലേ, ഇവിടെ നിങ്ങൾ എനിക്ക് തന്നെ സാക്ഷികളാവുകയാണോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അവരൊക്കെയും മറുപടി പറയുന്നൊരു മറുപടിയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും തെറ്റുകാരാണെങ്കിൽ, കുറ്റം ചെയ്യുന്നവരാണെങ്കിൽ, കുറ്റം ചെയ്യാനുള്ള മനസ്സ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? കാലു, അവിടുന്ന് കൈകാലുകൾ, അവിടുന്ന് തൊലികൾ അല്ലാഹുവിൻ്റെ മുന്നിൽ ആ ചോദിക്കുന്ന നമ്മളോട് പറയുന്ന, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവൻ, എല്ലാത്തിനെയും സംസാരിപ്പിച്ചവൻ, ഇന്ന് ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്. ഞങ്ങൾക്ക് പൂതിണ്ടായിട്ട് പറഞ്ഞൊന്നല്ല, അള്ളാഹു തീരുമാനിച്ചതാണത് പറയണമെന്ന്. അതുകൊണ്ട് പറയുന്നു. ഒന്ന് ആലോചിക്കുകയാണ്, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും ചെയ്ത എല്ലാ തമ്മാടിത്തരങ്ങളും നമ്മളെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണത് ഒന്ന് ആലോചിച്ച് നോക്കൂ. പൊറുക്കപ്പെടാതെയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ വന്നത് എങ്കിൽ, ആരും കാണാതെ ചെയ്തത്, ആരും കാണുക ചെയ്തത്, ഇങ്ങനെ ഏത് സമയത്ത് നമ്മൾ ചെയ്ത സകല തമ്മാടിത്തരങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും കേൾക്കേ ശരീരത്തിൻ്റെ അവയവങ്ങൾ വിളിച്ചു പറയുന്നതും മറ്റു അവയവങ്ങൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നോക്കൂ നിങ്ങൾ. അള്ളാഹു അത്തരം സന്ദർഭങ്ങൾ നമ്മളിൽ നിന്ന് സന്ദർഭങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരവസ്ഥ ഉണ്ട് കേട്ടോ, മറ്റൊരവസ്ഥ ഉണ്ട്. അത് പരലോകത്തെത്തുമ്പോൾ ഗ്രന്ഥം നൽകപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. വലത് കൈയിലും ഇടത് കൈയിലൊക്കെ ആയിട്ട് ഗ്രന്ഥം നൽകപ്പെടുമല്ലോ.
വലത് കൈയിലും ഇടത് കൈയിലൊക്കെ ആയിട്ട് ഗ്രന്ഥം നൽകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഹാഖയിൽ ഈ ഭാഗം നമ്മൾ ഉണർത്തുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരുണ്ട്. അവർ അന്ന് കൂടിയ ആളുകളോട്, അവിടെ കൂടിയ ആളുകളോട്, കുടുംബക്കാരോട് വിളിച്ചു പറയുന്ന രംഗണ്ട്. ഹാ ഉമുഖറഊ കിതാബിയ, ഹാ ഉമുഖറഊ കിതാബിയ. ഈ ഒരു ആത്മവിശ്വാസം കുങ്ങൾക്കൊക്കെ വേണ്ടേ? ഞാനും നിങ്ങൾ അവിടെ ഉണ്ടാവണം. വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയിട്ട് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ടെന്നല്ല പറയാ. എന്താ വിളിച്ചു പറയണ അറിയോ? ഹാ ഉമുഖറഊ കിതാബിയ, വെരി വെരി, ഇതാ എൻ്റെ ഗ്രന്ഥത ഒന്ന് വായിച്ചു നോക്കി എന്ന് പറയൂ. അങ്ങനെ പറയാൻ കഴിയോ? ഏതാണ് ആ ഗ്രന്ഥം? ഏതാണ് ആ ഗ്രന്ഥം? നമുക്കറിയാലോ. ഏതാ? ലാ യുഗാദിറു മിൻഹാ സഗീറതൻ വലാ കബീറ. ആ ഗ്രന്ഥത്തിൽ നിന്നൊന്നും വിട്ടുണ്ടാവില്ല, ഒന്നും വിട്ടുണ്ടാവില്ല. ഒരു കടുകുമണിയോളം നിസ്സാരമായതുപോലും, അത് നന്മയായാലും തിന്മയായാലും അള്ളാഹിൻ്റെ മുന്നിൽ ആ ഗ്രന്ഥത്തിൽ ഉണ്ടാകും. ആ ഗ്രന്ഥമാണ് നമ്മൾ ജീവിച്ച മുതൽ നമ്മൾ മരണം വരെയുള്ള സകലമാണെന്ന് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം. ഒരു CD ഡ്രൈവിലാക്കി എന്ന് കൂട്ടുക നമ്മുടെ മുന്നിൽ. ഇപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഒരു CD ഡ്രൈവിലാക്കി നമ്മളോട് പറയാം, ഇവിടെ 500 ആളുകളുണ്ടല്ലോ, ഈ ആളുകൾക്ക് മുന്നിൽ ഇവിടെയുള്ള ലാപ്ടോപ്പിൽ അത് ഇട്ടിട്ട് പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളാരെ സമ്മതിക്കോ? ഒന്നാലോചിച്ച് നോക്കി, നമ്മളാരെ സമ്മതിക്കോ? നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാനതും, കല്യാണം കഴിച്ചതിന് ശേഷമുള്ളതും മക്കളായതിനു ശേഷമുള്ളതും അതിൻ്റെ ഒക്കെ മുന്നുള്ളതും കോളേജ് പ്രായത്തിലും കൗമാര പ്രായത്തിലും യുവത്വത്തിലും ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ സകലതും ഒരു CD ഡ്രൈവിലായിട്ട് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ നിങ്ങളൊക്കെ അവസ്ഥ? മക്കൾ തിരിഞ്ഞു നോക്കുക വാപ്പൻ്റെ മുഖത്തേക്ക്, ഉമ്മാൻ്റെ മുഖത്തേക്ക്. പിന്നെ എങ്ങനെ മക്കൾ നോക്കുക? എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സന്തോഷത്തോട് കഴിയുക? മനുഷ്യനെ സംബന്ധിച്ച് ഇതൊന്നും നമ്മളെ പാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെയൊക്കെയും രഹസ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളൊക്കെയും ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്ത തിന്മകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വളരെ കഠിനമായിരിക്കും. അള്ളാഹു നമുക്ക് പുറത്തുമാറാവട്ടെ. നമുക്ക് പരലോകത്ത് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ പറയുന്ന ഇതാ വായിച്ചോളി എന്ന് പറയുന്നു. ഇങ്ങനെ പറയാനുള്ള അവസരം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാർക്കറിയോ? മിനിങ്ങൾക്കാ. തിന്മ ഇല്ലാത്തതുകൊണ്ടല്ല, തിന്മകളൊക്കെ ദുന്യാവെന്ന് വേർപെട്ട് പോകുന്നതിൻ്റെ മുന്നേ അള്ളാഹു പുറത്തു കൊടുത്തുണ്ടാവും. പൊറുക്കാനുള്ള സാഹചര്യങ്ങൾ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന അള്ളാഹു അങ്ങനെ പാപങ്ങൾ പുറത്ത് പരലോകത്തെത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഖീങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗമുണ്ട്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെത്താനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരലോകം എന്നുള്ള വിശാലമായൊരു ടോപ്പിക്ക് ധാരാളം പറയാനുണ്ട്, വിചാരണ പറയാനുണ്ട്. സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് മനുഷ്യനെ തെളിച്ചു കൊണ്ടുപോകുന്ന രംഗം പറയുന്നുണ്ട് സൂറത്തു സുമറിൽ. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമി സുമറാ. നരകത്തിലേക്ക് മനുഷ്യനെ തെളിച്ചു കൊണ്ടുപോകുന്ന രംഗം. ആ നരകത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ആ കവാടങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന രംഗം. തുറക്കപ്പെടുമ്പോൾ നരകത്തിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കപ്പെടുന്ന രംഗമുണ്ട്. നിങ്ങൾക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും വന്നില്ലായിരുന്നോ? ഈ സന്ദർഭത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ നിങ്ങൾക്കൊരു ദൂതനും വന്നില്ലായിരുന്നോ? പ്രവാചകന്മാർ വന്നില്ലായിരുന്നോ? പ്രഭാഷകന്മാർ വന്നില്ലായിരുന്നോ? നിങ്ങളുടെ മുന്നിൽ ഖുർആനില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയും, വന്നിനി, കേട്ടിനി, പക്ഷെ ഉൾക്കൊണ്ടില്ല. അങ്ങനെ പറയേണ്ട ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കുണ്ടാവരുത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ ഖുർആനിൻ്റെ ഭാഗങ്ങൾ എവിടുന്ന് നമ്മൾ കേൾക്കുമ്പോഴും അള്ളാഹുവിങ്കിലേക്ക് മടങ്ങുവാനും ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും എന്തെങ്കിലും തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തിന്മകൾ പൊറുക്കപ്പെടുവാൻ അള്ളാഹുവിനോട് ചോദിക്കുകയും ആ അവസരങ്ങൾ മുതലാക്കി അള്ളാഹു നിശ്ചയിച്ച അവധി വരുമ്പോൾ, അന്ത്യം വരുമ്പോൾ ആ അന്ത്യത്തിന് വേണ്ടി ഒരുങ്ങാനും നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വലേഹായ അമലായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റഹ്മാനെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.